പിന്നെ ഒരുപാട് പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ മുട്ടിൻ്റെ അകത്തേക്ക് എടുക്കുന്ന ഇഞ്ചെക്ഷൻസ്. അത് എൻ്റെ അടുത്തുള്ള വീട്ടിലുള്ള ആൾക്ക് ചെയ്തു, നല്ല കുറവുണ്ട്. ഇപ്പുറത്തുള്ള ആൾക്ക് ചെയ്തു, നല്ല കുറവുണ്ട്. എനിക്ക് ചെയ്തിട്ട് കുറവില്ല. അതെന്താ കാരണം? എല്ലാവർക്കും മുട്ടുവേദന തന്നെയല്ലേ? അല്ല. മുട്ടുവേദന എന്ന് പറഞ്ഞാൽ ഞാൻ പൊതുവെ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ വേദന എന്ന് പറഞ്ഞാലും നീര് എന്ന് പറയും, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയില്ല. നീര് വന്നപ്പോൾ വേദന വന്നു, അല്ലെങ്കിൽ വേദന വന്നപ്പോൾ നീര് വന്നു, ഇങ്ങനെ പല കണക്ഷൻസ് പറയും. ഇതിൽ നീര് എന്ന് പറയുന്നത് തീയാണ്. ഞാൻ എപ്പോഴും ഉപമിക്കാനാണ്. തീയായിട്ടാണ് നീരിനെ ഉപമിക്കുക, പുകയായിട്ടാണ് വേദനേനെ ഉപമിക്കുക. അത് വേറെ ഒന്നുമല്ല, തീ ഉണ്ടെങ്കിൽ പുക ഉണ്ടാവും. അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് പുക. അപ്പോൾ നീര് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കുറച്ച് പെയിനും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ഇതിലൊരു മേജർ ഘടകമുണ്ട്. നമ്മളിപ്പോൾ നീര് കളഞ്ഞാലും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ കേടുപാട് കുറച്ചാലും പിന്നീട് നീര് വരാതെ നോക്കുക. അപ്പോൾ ഈ മുട്ടിൻ്റെ അകത്തേക്കുള്ള ഇഞ്ചെക്ഷൻസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഇനി അത് വീണ്ടും വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഡെഫിനറ്റായിട്ടും ശ്രദ്ധിക്കണം. മുട്ടിലേക്ക് തേയ്മാനത്തിനായിട്ട് നമ്മൾ മേജർ ഇഞ്ചെക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിലും എല്ലാ കാര്യത്തിനും നമുക്ക് ചെയ്യാം. സ്പോർട്സ് ഇഞ്ചറീസിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ടെൻഡനൈറ്റിസ്, ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഇഞ്ചെക്റ്റബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചില പേഷ്യൻസ് ഒരു സ്റ്റേജ് 1ലും 2ലും നിൽക്കുന്ന മുട്ടുവേദനയുള്ള പേഷ്യൻസ് ഉണ്ടാവും. അവർക്ക് ഗുണം കിട്ടാതെ സ്റ്റേജ് 3യുടെ മേലെ നിൽക്കുന്ന പേഷ്യൻസിന് ഇഞ്ചക്ഷനോട് ഗുണം കിട്ടിയതായിട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എൻ്റെ പേഷ്യൻസിൽ തന്നെ. അതിനൊരു റീസൺ വേറെ ഒന്നുമല്ല. നമ്മൾ ഈ സ്റ്റേജ് 1ലും 2ലും നിൽക്കുന്ന പേഷ്യൻസിന് നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ നല്ല ആശ്വാസം ഫീൽ ചെയ്യും അവർക്ക്. ആ ഫീൽ ചെയ്തത് അവർക്ക് അത് ലോങ് ടേമിൽ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ അവർ പിന്നീട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളോ അവർ വീണ്ടും അറിയാതെ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചു പോകും. അതേസമയം സ്റ്റേജ് 3ലേക്കും 4ലേക്കൊക്കെ എത്തിയ പേഷ്യൻസ് പലരും അവർ ഭയങ്കര കെയർഫുള്ളാണ്. അവർക്ക് അറിയാം അവരുടെ മുട്ടിന് കേടുപാടുണ്ട്, ഞാൻ എന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ കെയർഫുൾ ആയിരിക്കും. അതിന് പൊന്നുപോലെ നോക്കും. ഞാനത് പറയാം, പൊന്നുപോലെ നോക്കണം നമ്മുടെ മുട്ടിൽ നിന്ന്. നമ്മൾ ആ കെയർ കൊടുക്കണം എന്നുള്ളതാണ് അതിലത്തെ പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ.